ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഈയിടെ അർജന്റീനയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതായത് പല ടീമുകളും ഇന്ന് ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോളാണ് കളിക്കുന്നത്, പക്ഷേ അർജന്റീന ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ അല്ല കളിക്കുന്നത് എന്നായിരുന്നു ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത്. ഇതേക്കുറിച്ച് വലിയ രൂപത്തിൽ ചർച്ചകൾ നടന്നു. ഇപ്പോഴിതാ മുൻ അർജന്റീൻ താരവും പരിശീലകനുമായിരുന്ന മാർട്ടിൻ പാലർമോ ആഞ്ചലോട്ടിക്ക് മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ആരും അർജന്റീനയെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അർജന്റീനക്കറിയാം എങ്ങനെ കളിക്കണമെന്ന് എന്നാണ് മാർട്ടിൻ പാലർമോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബ്രസീലാണ് തങ്ങളുടെ കളിശൈലി കൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അർജന്റീനക്ക് എപ്പോൾ മത്സരത്തിൽ ഇന്റൻസിറ്റി കൂട്ടണമെന്നും എപ്പോൾ പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കണമെന്നും കൃത്യമായി അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിലും കഴിഞ്ഞ വേൾഡ് കപ്പിലും അവർ ചെയ്തത് തന്നെ ഇവിടെയും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് പന്ത് നഷ്ടപ്പെട്ട ഉടനെ തന്നെ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ ആവേശം അർജന്റീൻ താരങ്ങൾ കാണിക്കുന്നുണ്ട്. പന്തിനടുത്തുള്ള 2-3 താരങ്ങൾ അത് തിരിച്ചു പിടിക്കാൻ അത്രയധികം തീവ്രതയോട് കൂടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് ഇന്റൻസിറ്റി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അവസാന മീറ്ററുകളിൽ കളിക്ക് വേഗത കൂട്ടുന്നതും എതിരാളികളുടെ താളം തെറ്റിക്കുന്നതും മെസ്സിയാണെന്ന് അവർക്കറിയാം. അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മത്സരം എങ്ങനെയായിരുന്നു? അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്തെന്നാൽ ബ്രസീൽ തങ്ങളുടെ മനോഹരമായ കളിശൈലിയിൽ ഒരു ഇന്റൻസിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എല്ലാ ബ്രസീലിയൻ ആരാധകരും കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ കളിയിലൂടെ എതിരാളികളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ടീമായി മാറാനാണ് ബ്രസീൽ ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതിനവർ കുറച്ചധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതാണ് മാർട്ടിൻ പാലർമോ പറഞ്ഞിട്ടുള്ളത്. അതായത് അർജന്റീനക്കോ അവരുടെ കളിശൈലിക്കോ ഒരു പ്രശ്നവുമില്ല, നല്ല ഇന്റൻസിറ്റിയോട് കൂടി തന്നെയാണ് അർജന്റീൻ താരങ്ങൾ കളിക്കുന്നത്. ഇപ്പോൾ പ്രശ്നം ബ്രസീലിനാണ്. അവർ ഇന്റൻസിറ്റിയോട് കൂടി കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ഫലവത്താകുന്നില്ല എന്നാണ് മുൻ അർജന്റീൻ താരമായിരുന്ന മാർട്ടിൻ പാലർമോയുടെ നിരീക്ഷണം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.